ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചിങ്ങമാസം വന്നു, ഓണമൊക്കെ അടുക്കാറായി. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഓണത്തിൻ്റെ ഒരു വൈബും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പാണ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്തിയും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു പാൻസുമാണ് ഇട്ടേക്കുന്നത്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു ബ്ലൂ കളറിലുള്ളത് അതിലിങ്ങനെ ചെറിയ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ യോപ്പാട്ടിൽ കുറേ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പാണ്. എനിക്ക് ഈ നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫീലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഇത് ഫേസിലും നെക്കിലും നമുക്ക് ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നെക്സ്റ്റ് സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് സൺസ്ക്രീൻ. അപ്പോൾ ഇത് UV ഡോക്സിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീനാണ്. നല്ലൊരു സൺസ്ക്രീനാണ്, അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സൺസ്ക്രീനാണ്. അപ്പോൾ ഇതും നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 സ്റ്റെപ്പ് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല പുറത്ത് വെയിലത്ത് പോകുന്ന സമയത്ത്. പുറത്ത് വെയിലത്തൊന്നുമല്ല, നമ്മൾ ഡേ ടൈമിൽ പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണത്. നെക്സ്റ്റ് ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്താലും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് കൺസീലർ. അപ്പം ആദ്യം ഓറഞ്ച് കറക്റ്റർ, പിന്നെ കൺസീലർ. അപ്പോൾ ഈ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓറഞ്ച് കറക്റ്റർ ചെയ്തിട്ട് പിന്നീട് കൺസീലറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പം കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഉള്ള ഏരിയയിലുമൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത കൺസീലർ LA ഗേളിൻ്റെ ആണ്. ഓറഞ്ച് കറക്റ്റും അതുപോലെ തന്നെ ഈ കൺസീലറും LA ഗേളിൻ്റെ തന്നെയാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലറിൻ്റെ ഷെയ്ഡ് ഫോണാണ് കേട്ടോ. ഇനി ഈ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗറിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കുറേ നേരം ലാസ്റ്റ് ചെയ്യും നമ്മുടെ നമ്മൾ അപ്ലൈ ചെയ്ത കൺസീലറൊക്കെ. അതുപോലെ തന്നെ ഓയിലി ആകാതെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മ്യൂസിക് ലവറിൻ്റെ ഈ ഒരു ജെൽ ലൈനറാണ്. ഇതിൽ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ബ്രൗണും ഉണ്ട്, ഞാൻ പക്ഷേ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് വലുതായിട്ടൊന്നും എഴുതുന്നില്ല, ഓൾറെഡി എൻ്റെ ഐബ്രോസ് ഷേപ്പായിട്ടിരിക്കണം. എന്നാലും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് തോന്നിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കോംബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഈ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതിനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളയാം ബ്രഷ് വെച്ചിട്ട്. നെക്സ്റ്റ്
മാഴ്സിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അധികം എടുത്തറിയാത്ത രീതിയിൽ, എനിക്കങ്ങനെ ഐ ഷാഡോ ഒന്നും അധികം കളർ എടുത്ത് അറിയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ അധികം ഇഷ്ടമല്ല. അപ്പോൾ ഐ ഷാഡോ ലൈറ്റായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാജൽ, അപ്പോൾ ഇത് ഷുഗറിൻ്റെ കാജൽ. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ മേലും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാജൽ എഴുതിയതിൻ്റെ താഴെയായിട്ട് ഞാൻ സെയിം മാഴ്സിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ ഷെയ്ഡ്, ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് മേബിലിൻ്റെ ഈ ഒരു ലൂസ് പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് എൻ്റെ നെക്കിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നെക്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫേസും നെക്കും രണ്ട് കളറാണ്. അപ്പോൾ ഈ ഒരു ഇതാകുമ്പോൾ ഒരു ടിൻ്റ് ഉണ്ടല്ലോ ഇതിന്, അപ്പോൾ അത് കാരണം ലൂസ് പൗഡർ കുറച്ച് ഈ ഒരു ബ്രഷിലെടുത്തിട്ട് ഞാൻ എൻ്റെ നെക്കിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇത് തന്നെ കണ്ണിൻ്റെ താഴെയും കൂടെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ നമുക്കൊരു കറേജ് കിട്ടും. ഇനി എക്സസ് ആയിട്ടുള്ളത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളയാം. പിന്നെ ഈ ഒരു ലൂസ് പൗഡറിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 30 മീഡിയം ഡീപ്പാണ്. ഇനി നമ്മുടെ ആ ഒരു മേക്കപ്പിനൊരു പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു ലിപ്പ് ലൈനറും എടുത്തിട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക്ക്. ഇത് ലാക്മേയുടെ മോ എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് എന്തിൻ്റെയാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്പ് ലൈനറും. അപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ലിപ്പ് ലൈനർ. അപ്പം നമ്മൾ ലിപ്പ് ലൈനർ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും. നമ്മുടെ ആ ഒരു ലിപ്സിന് നല്ലൊരു ഷേപ്പും കുറച്ചുകൂടെ നല്ലൊരു ഫിനിഷ് കിട്ടും. നമ്മൾ വെറുതെ ഇടുന്നതും ലിപ്പ് ലൈൻ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പം ആദ്യം നമുക്ക് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു ലിപ്പ് ലൈനറിൻ്റെ ഒരു ഷെയ്ഡ് പർപ്പിൾ 11 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആക്സസറീസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്ലൂ കളർ ജിമുക്ക, സിൽവറും ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന ഒരു ജിമുക്ക ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ജിമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ സിൽവറും ബ്ലൂവും കൂടെ വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിക്കതും മാച്ച് ചെയ്ത് പോകും. ഇനി ബാംഗിൾസിന് ഞാൻ ഈ ഒരു സിൽവറിൽ വരുന്ന ഈ ഒരു ബാംഗിൾ സെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. കാസിയോടെ ഒരു വിൻറ്റേജ് സീരീസിൽ വരുന്ന ഈ ഒരു വാച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വാച്ച് കളക്ഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ്
ഒരു പൊട്ടോടെ വയ്ക്കാം. അപ്പോൾ ഒരു ബ്ലൂ, ഇത് കുറേ പൊട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ മറ്റേ കളർ ടൈപ്പ് പൊട്ടുകളില്ലേ, അത് കുറേ ഉണ്ട്. അപ്പോൾ അതിലൊരു ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഹെയർ സ്റ്റൈൽ നമുക്കൊരു ട്രഡീഷണൽ പിടിക്കാം. അപ്പോൾ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലത്തുള്ള ഹെയർ കോമ്പ്, അതായത് ടെയിൽ ഹെയർ കോമ്പ്, ഇതിൻ്റെ ഈ ഒരു കൂർത്ത അറ്റം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ കയ്യിൽ നഖം ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ പെൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും മതി. ജസ്റ്റ് ഇതുപോലെ അറ്റം കൂർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം എടുക്കാം. എന്നിട്ടതേ ഇവിടുന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ലെയർ പോലെ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. ഒരു കൈ കൊണ്ട് അത് പോകാതെ പിടിക്കുക. അപ്പം നല്ലൊരു പാറ്റേണിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിനെ ഞാനൊരു ഹെയർ ക്ലിപ്പ്, ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ഹെയർ പിന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നല്ല സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. ഓക്കെ, ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിലുള്ള ഹെയർ എല്ലാം കൂടെ ഒരു ഹെയർ ബാൻഡ് ഇട്ട് ഒന്ന് കെട്ടാം. അപ്പോൾ ഇതിലൊന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ നമ്മൾ മുടി ഒരു ബൺ പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ഡോണറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഫുൾ ഹെയർ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. പിന്നെ ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഹെയർ ബാൻഡ് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഹെയറിനെ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിയിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിൻസാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇനി നിങ്ങൾക്ക് ഇതിന് ചുറ്റുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ വയ്ക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തുള്ള നമുക്ക് മേടിക്കാൻ കിട്ടും, ഇതുപോലത്തുള്ള ബണ്ണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മേക്കപ്പും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓണം മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽസ് അതൊക്കെ ഇനി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാധാരണ ഞാൻ എന്താ പറയുക, ഓണമൊക്കെ വരുമ്പോൾ അങ്ങനെ ഇത്ര നേരത്തെ ഒന്നും അങ്ങനെ അധികം വീഡിയോസൊന്നും ചെയ്യാറില്ല. എങ്കിലും മിക്ക ഓണത്തിനും നമ്മുടെ മേക്കപ്പ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ വീഡിയോസും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണത്തിന് കുറച്ചുകൂടെ നേരത്തെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽസ്, പ്രത്യേകിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.